ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്ട്സ് കൂടുതൽ വിൽക്കാനായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കലാണ്. അതായത് നിങ്ങളിവിടെ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളുടെ ക്യാരക്ടേഴ്സാണ്. അതായത് ഇന്ന ആൾ ഇന്ന പോലെയുള്ള ആവശ്യങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു ഫീമെയിലിനാണ്. അൺവാണ്ടഡ് ഫേഷ്യൽ ഹെയർ ഉള്ള ഒരു ഫീമെയിലിനാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് വരുന്നത്. അപ്പോൾ ഇവരുടെ ഏജ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ന ഏജ് കാറ്റഗറി, അതായത് മേ ബി ഒരു 13 മുതൽ ഒരു 50 വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഇനി മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഡെമോഗ്രാഫിക്സ്, ഇൻട്രസ്റ്റ്, പെയിൻ പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അതുമാത്രമല്ല, ബയറിൻ്റെ പെർസോണ ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഇന്ന പോലെയുള്ള ഒരു ബയർ ആയിരിക്കും എന്നുള്ള ആ ഒരു ബയർ പെർസോണാസിസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ മാർക്കറ്റിംഗ് എഫേർട്സിനെ ഗൈഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷനാണ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്തുകൊണ്ടാണ് യുണീക്ക് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീരുമാനിക്കുക അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് എന്തുകൊണ്ടാണ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അടുത്തത് കമ്പലിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കലാണ്. അതായത് നമുക്ക് കണ്ടൻറ്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് രീതിയിലുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എന്താണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഗോളോട് കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ബിൽഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഗോൾസ് എപ്പോഴും സ്മാർട്ടായിട്ടുള്ള ഗോൾസ് ആയിരിക്കണം. സ്മാർട്ട് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള, അറ്റൈനബിൾ ആയിട്ടുള്ള, റിലവൻ്റ് ആയിട്ടുള്ള, ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗോൾസ് എന്തും ആവാം. ബ്രാൻഡ് അവെയർനെസ് ബിൽഡ് ചെയ്യലാവാം, സെയിൽസ് ഇൻക്രീസ് ചെയ്യാനാവാം, കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടുന്നതായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കണ്ടൻറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചാനൽസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ മേ ബി ഫേസ്ബുക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സാണ്, ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, യൂട്യൂബൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിന് അത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട്. ജസ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് SEO ചെയ്യാം, SMM ചെയ്യാം, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്യാം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാം, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പോൾ മറ്റ് മാർക്കറ്റിംഗ് ചാനൽസ് കൂടി നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. അടുത്തത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കലാണ്. അതായത് നിങ്ങളുടെ കോണ്ടൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളൊരു സ്പെസിഫിക് ഫോണ്ട് അല്ലെങ്കിൽ സ്പെസിഫിക് കളേഴ്സൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ബ്രാൻഡാണെന്നുള്ളത്. അപ്പോൾ അത് റീകോൾ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അവർക്ക് അത് ഓർമ്മയിൽ പ്രത്യേകമായിട്ട് ഉണ്ടാവാനായിട്ട് കുറച്ച് യുണീക്കായിട്ടുള്ള കോമ്പിനേഷൻസൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഫാക്ടറാണ് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് സ്ഥിരമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ചാനൽസിലൊക്കെ ലൈവാണ്, ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ എൻക്വയറീസിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റെപ്പാണ് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ പർച്ചേസ് ചെയ്യാനായിട്ട്, ആളുകളെ പുഷ് ചെയ്യാനായിട്ട് നമുക്ക് ഓഫേഴ്സ് കൊടുക്കാം. ഒരു 5000 രൂപയ്ക്ക് വയ്ക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇത്ര % ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഫർ ചെയ്യാം. അപ്പോൾ അത് കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമുക്ക് ടൈം ടു ടൈം ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസണിൽ ഇന്ന പോലെ പ്രൊമോഷൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു കാര്യമാണ് കസ്റ്റമർ റിവ്യൂസും ടെസ്റ്റിമോണിയൽസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ലിവറേജ് ചെയ്യുക എന്നുള്ളത്. അതായത് ഓൾറെഡി നമ്മുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഇനിയും കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ഒബ്വിയസ്ലി നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വേർഡ് ഓഫ് മൗത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് കൂടുതൽ പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും.
അടുത്തതാണ് മോണിറ്റർ ആൻഡ് അനലൈസ് റിസൾട്ട്സ് എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു ഓഫർ റൺ ചെയ്തു. അപ്പോൾ ആ ഓഫർ റൺ ചെയ്ത സമയത്തും അത് ചെയ്യുന്നതിന് മുമ്പും ഉണ്ടായിരുന്ന നിങ്ങളുടെ സെയിൽസിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് ഇൻസൈറ്റ് തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും, പ്രൈസിങ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും മാർക്കറ്റ് ഡൈനാമിക്കാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആളുകളുടെ പ്രിഫറൻസ് എപ്പോൾ വേണമെങ്കിലും മാറാം. ഇതുവരെ കണ്ട കസ്റ്റമേഴ്സ് ആയിരിക്കില്ല നാളെ ഒരുപക്ഷെ ഉണ്ടാവുക. അവരുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും. അവർക്ക് മേ ബി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് തോന്നുന്ന ഒരു സംഗതിയിലേക്ക് അവർ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവെയർ ആയിരിക്കണം. കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യത്തിലും നമ്മൾ അവെയർ ആയിരിക്കണം. എന്താണ് പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്, ആളുകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് അലേർട്ടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതേ സമയത്ത് വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും.